ഇടതുമുന്നണി നാളെ അടിയന്തര യോഗം ചേരും. സാമ്പത്തിക ഉപരോധത്തിലടക്കം കേന്ദ്ര സർക്കാരിനെതിരായ സമരങ്ങളാണ് പ്രധാന അജണ്ട. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇടതുമുന്നണിയുടെ യോഗം. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള സമരപരിപാടികൾ മാത്രമാണോ ഈ പ്രധാന അജണ്ടയായി ഇപ്പോൾ നിലവിലുള്ളത് യോഗത്തിൽ? അജി നേരത്തെ തീരുമാനിച്ചിരുന്നത് ജനുവരി 5-ന് LDF യോഗം ചേരാനായിരുന്നു. എന്നാൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതി യോഗങ്ങളും ചേരുന്നതിനിടയിലാണ് ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരം നാളെ 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് LDF യോഗം ചേരാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നിലവിൽ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയിൽ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിനിടയിലാണ് ഏകദേശം 13,000 കോടിയോളം രൂപ സർക്കാരിന് ലഭിക്കാതിരിക്കുന്ന വിഹിതം ഉൾപ്പെടെ ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകേണ്ടിരുന്ന വിഹിതം ഉൾപ്പെടെ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് കുറെ കാലമായി തടഞ്ഞു വെക്കുകയാണ്. സംസ്ഥാന സർക്കാർ നൽകുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അതിനിടയിൽ അതിൽ കൂടുതൽ തുക തടഞ്ഞു വെക്കുക കൂടി ചെയ്ത സാഹചര്യത്തിൽ അടിയന്തരമായി കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് LDF കടക്കുന്നു എന്നുള്ളതാണ് നിലവിൽ LDF യോഗം വിളിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാളെ ചേരുന്ന LDF യോഗം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ ഘടകകക്ഷികളും പങ്കെടുത്തില്ലെങ്കിലും പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ പങ്കെടുക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ LDF നൽകിയിരിക്കുന്നത്.